അപ്പം ഇന്ന് നമ്മൾ നല്ലൊരു അയല മുളകിട്ടത്. അയല മുളകിടാന്ന് പറഞ്ഞാൽ സിമ്പിളാണ് കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ, ചോറിനും ചപ്പാത്തിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി തുടങ്ങി ഇങ്ങനെ ഉണ്ടാക്കുകയുള്ളൂ, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതാ കുറച്ച് ചെറുള്ളി ഇപ്പോൾ എത്ര അളവൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്രയൊക്കെ. ഞാൻ 10 എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി, ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വേണ്ടത് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഒരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ജീരകം 1 ടീസ്പൂണ്, അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂണോളം മല്ലിപ്പൊടി. ഇത്രയും സാധനങ്ങൾ ഇതാ ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിലേക്ക് ഒരു കുറച്ച് 1/4 ടീസ്പൂണോളം ഉലുവയും കൂടെ ഇട്ട് കൊടുത്ത് പൊട്ടിച്ച ശേഷം നമുക്ക് ഈ ഒരു കൂട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് കുറച്ച് സമയം ചെറിയ തീയിലിട്ടിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് എണ്ണ തെളിയുന്നത് വരെ നിൽക്കണം കേട്ടോ. കുറച്ച് സമയമാകുമ്പോൾ തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ സമയത്ത് കറിവേപ്പില ഇടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ഇതാ ഇതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. എന്നിട്ട് നമുക്ക് പുളി പിഴിഞ്ഞൊഴിച്ച് കേട്ടോ. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി, സാധാ പുളിയാണ് എടുത്തിട്ടുള്ളത്, വാളൻ പുളി. അത് ഇതാ ഇതുപോലെ പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ വെള്ളം നമുക്ക് പോരാ, അതുകൊണ്ട് തന്നെ ആ മിക്സി ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ 2 പച്ചമുളക് ഇതാ 4 കഷ്ണാക്കിയിട്ട് കീറിയെടുത്തിട്ടുണ്ട്. ഇത് നല്ല എരിവുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവുള്ള മുളകൊക്കെയാണ് കുറച്ച് അധികം തന്നെ എടുത്തുകൊണ്ട് വേറെ എരിവൊന്നും ഇതിൽ ചേർക്കുന്നില്ല. എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല തിക്കാണ്. നമ്മൾ മീനൊക്കെ ഇട്ടിട്ട് വരുമ്പോഴേക്കും നമുക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു ഗ്ലാസ് നിറയെ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുക. ഇപ്പോഴും ചെറുതായിട്ട് കുറുകിക്കൊണ്ട് തന്നെയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമുക്ക് വേണ്ടത്. ഇനിയിപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതാ ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഒന്ന് തിളച്ചൊക്കെ വരുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. അപ്പോൾ അതാ അയല ഞാൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെറിയ മീനായിരിക്കും കേട്ടോ ഇങ്ങനെ ചെയ്യാൻ ടേസ്റ്റ്. വലുതും ചെയ്യാം, പക്ഷേ ചെറുതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് വെട്ടി തിളച്ച് വരണം. എന്നിട്ട് നമുക്ക് മീനൊന്ന് ഇട്ട് കൊടുക്കാം. ഫുൾ മീനും ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ചട്ടി ഇങ്ങനെ തവ വെച്ചിട്ടൊന്നും ചെയ്യേണ്ട. നമുക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചട്ടി പിടിച്ചിട്ട് 2 കൈയും പിടിച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ചുഴറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഒക്കെ ഞാൻ അങ്ങനെ ചുഴറ്റിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ചെറിയ തീയിൽ കണ്ടില്ലേ, ഇപ്പം തന്നെ തിക്കുണ്ടല്ലേ ഈ ഒരു ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വേണം കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, കുറച്ച് വെള്ളമുള്ളിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളത് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇനി ഇത് ഒന്നും കൂടെ കുറുകി വരും. ചെറിയ ഉള്ളി ആവുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടെ കുറുകി വരും. അപ്പോൾ നിങ്ങൾ കറി വേണമെങ്കിൽ ആദ്യമേ കുറച്ച് വെള്ളം, അധികം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെയാണ് ഒന്നിങ്ങനെ കുറുകിയിട്ടുള്ളതാണ് ടേസ്റ്റ് കേട്ടോ. ചപ്പാത്തിക്കൊക്കെ കഴിക്കാൻ അതാവും ടേസ്റ്റ്. അപ്പോൾ അതാ കുറച്ചുകൂടി സമയം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില, ഒരു ഇത്തിരി വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർത്താൽ മതി. അങ്ങനെ ചേർക്കുമ്പോൾ പച്ച വെളിച്ചെണ്ണയല്ലേ ഒന്നുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ആദ്യം നമ്മൾ ഒരു 1.5 ടീസ്പൂൺ ചേർത്തിരുന്നല്ലോ. അപ്പോൾ ഇതാ കണ്ടോ, ഇപ്പോഴത്തെ ഒരു ഇതാ അങ്ങനെയാണ് കേട്ടോ. നമ്മൾ ചട്ടിയൊക്കെ നന്നായിട്ട് ചുഴറ്റി കൊടുക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സ്പൂണൊന്നും വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചൊന്നും ഇടരുതേ. ഇപ്പോൾ കണ്ടതാ നന്നായിട്ട് അടിപൊളിയായിട്ട് തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ടേസ്റ്റ് ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാനിതൊന്ന് ഇതാ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് എടുത്ത് കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ആ ഒരു തിക്കായിട്ട് കണ്ടോ, ഗ്രേവി ഭയങ്കര തിക്കാണ്. ചോറിന് നമ്മളെ സാധാ ചോറില്ലേ അതിലേക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വേറെ നമുക്ക് എന്തും വേണ്ടി വരില്ല, അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്താ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.